നമ്മുടെ തച്ചങ്കോട് വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീമതി ബിന്ദു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ ഓരോ ഹൃദയങ്ങളിലും ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനം എത്രത്തോളമാണ്, ഇനി വരുന്ന ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ബിന്ദുവിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു സാധാരണക്കാരൻ്റെ ദുഃഖം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മുൻകാലങ്ങളിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളോട് തന്നെ കുറച്ച് സമയങ്ങൾക്ക് മുൻപേ ആവർത്തിച്ച് അത് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയുടെ വീട്ടിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒരു ദുർഘടം പിടിച്ചൊരു വഴിയാണ് ഈ സാധാരണ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ മികവെന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ വഴിയൊക്കെ സൂചിപ്പിക്കാം. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിച്ചാലും സാധാരണക്കാരന് വഴി നടക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 1,00,000 വീട് മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്, വേരോട്ടമുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ശരി, മീനാക്ഷി അമ്മയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മീനാക്ഷി അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ അടുക്കലേക്ക് നമ്മുടെ ജനാധിപത്യ പത്രിക ഒക്കെ കൊടുക്കുവാനും അഭ്യർത്ഥന എന്താണ് എന്ന് അറിയുവാനും ഒക്കെ പോവുകയാണ്. അമ്മ ഒന്ന് മുമ്പോട്ട് വരാമോ? ഇങ്ങോട്ട് കയറി വരണം. എന്താണ് ഈ അവസരത്തിൽ പറയുവാനായിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല മക്കളെ. ഉണ്ടായിട്ടില്ല. നമുക്കൊരു മെയിൻ്റനൻസ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 2 മക്കളും. എത്ര തവണ കയറി ഇറങ്ങി പഞ്ചായത്ത് ഓഫീസിൽ? കുറെ നാള് കയറി ഇറങ്ങി. എന്നിട്ടും ആരും ഒരു കരുണ പോലും കാണിച്ചു? ഒരു കരുണ ഇല്ല മക്കളെ. ശരി, ഈ സ്ഥാനാർത്ഥിയുടെ വിശ്വാസമുണ്ട്? സ്ഥാനാർത്ഥിക്ക് വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നമുക്ക് പൂർണ്ണമായ വിശ്വാസം. വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ നിന്നും വരുന്നത്. ഇനി അമ്മയ്ക്ക് എന്തൊക്കെയോ ഇനിയും പറയാനുണ്ട്? എന്ത് പറയാനുണ്ടെങ്കിലും പറഞ്ഞോളൂ. 2 മക്കൾ സംസാരിക്കാത്ത മക്കളാണ്. മൂത്ത മോക്ക് 41 വയസ്സായി. അവക്ക് 95% ഉള്ള ഒരു കൊച്ചാണ്. മോന് അവൻ 3ാമത്തെ മകനാണ്. അവന് 100% ഉണ്ട്. 2 സംസാരിക്കാത്ത മക്കളാണ്. നമ്മൾ പഞ്ചായത്തിൽ ഒരു ആശ്രയ കിട്ടിയിട്ടില്ല. ഞാൻ ഒരു വിധവയാണ്. മോളും ഇപ്പൊ അവർക്ക് 41 വയസ്സായി ഉള്ള ഒരു വിധവയാണ്. ഇതാണ് മൂത്ത മകൾ. അപ്പൊ നമ്മ ഇപ്പൊ തന്നെ ഒരു ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് അത് കിട്ടിയിട്ടില്ല. ഒരു കട്ടിലിനടിച്ച് വെച്ച് അത് കിട്ടിയില്ല. ഒരു ആശ്രയം കിട്ടിയില്ല. ഒന്നുമില്ല. നമ്മൾ ഈ സ്ഥാനാർത്ഥിക്കാണ് വോട്ടിടാൻ ഞങ്ങളെ തീരുമാനം. ഞങ്ങൾക്ക് 4 വോട്ടുണ്ട്. 4 വോട്ടും ഈ ബിന്ദു സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അതാണ് തീരുമാനം. ശക്തമായ തീരുമാനം. ശരി, അപ്പോ അഭിപ്രായം വ്യത്യാസം ഒന്നുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷവും മറ്റ് മുന്നണികളിൽ നിന്നും യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ മറ്റു സ്ഥാനാർത്ഥി വോട്ടിടാത്തത് കൊണ്ടാണ് എനിക്കൊരു ആനുകൂല്യം തരാത്തത്. വോട്ടിട്ട വ്യക്തിക്ക് അവർ കൊടുത്തു. രാഷ്ട്രീയം മാത്രം നോക്കുകയാണ്. അടുത്ത ആളിലേക്ക് പോവുകയാണ്. എന്താണ് പേരെന്താണ്? പേര് സഫീനത്ത്. അംഗൻവാടി ഹെൽപ്പറാണ്. പിന്നെ നമ്മളിവിടെ 12 കുടിക്കാരുണ്ട്. 12 കുടിക്കാർക്കും കൂടെ ഈ പഞ്ചായത്ത് കിണറിൽ നിന്നാണ് വെള്ളം. 10-15 വർഷത്തിന് മുന്നേ ഇറച്ചതാണ്. ഇപ്പൊ രോഗിയായ അമ്മയുണ്ട്. പിന്നെ അവർക്ക് ബാത്റൂമിൽ ഒക്കെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നൊരു കിണറ്റിന്നൊരു പൈപ്പ് ലൈൻ എടുത്ത് റൂമിൽ കക്കൂസ് വെച്ച് പിന്നെ അതിലോട്ട് പൈപ്പ് കിണറ്റിലെ വെള്ളം അടിക്കുമ്പോൾ ആദ്യം വരണ കുറെ വണ്ടലും ചെളിയും വേസ്റ്റും ഒക്കെയാണ് വരുന്നത്. ഇതാണ് കിണർ. വേസ്റ്റും ഒക്കെയാണ് വരുന്നത്. 15 വർഷത്തോളമായി ഈ കിണർ ഇറച്ചിട്ട്. ഇത് ഭയങ്കര സ്മെല്ല്. നമ്മൾ ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഇട്ടാണ്. ഇതിനെ കുറിച്ച് പരാതികളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു? പരാതി കൊടുത്ത് ഗ്രാമസഭയിൽ അപേക്ഷ വയ്ക്കാൻ പോയപ്പം പറഞ്ഞ് പിന്നെ പാലിയേറ്റീവ് പേഷ്യൻ്റ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഹെൽത്തുകാർ വന്ന് ഇത് ക്ലീൻ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അപേക്ഷ വെച്ചില്ലായിരുന്നു. പിന്നെ ഇതിനൊരു നടപടി വേണം. ശരി, ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ. നമുക്ക് കഴിയണതും ഞങ്ങൾ വോട്ടിട്ട് കൊടുക്കും. അതായത് ഇനിയെങ്കിലും ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. ആദ്യം പറയണ പ്രചാരണം അല്ല. ജയിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നേടിത്തരണം. കിണർ റീചാർജ് ചെയ്ത് തരണം. നമുക്ക് കുടിവെള്ളത്തിന് വെയിൽ സമയമായ ഒരിടവും പോകാൻ പറ്റൂല.
ആരും ഒരു ഗ്ലാസ് വെള്ളം പോലും തരൂല. പല വീടുകളിലും ചെന്ന് ഒരു കുടം വെള്ളത്തിന് യാചിച്ച് നിന്നിട്ടുണ്ട്. പല പ്രാവശ്യം ഇവിടെ വണ്ടിയിൽ വെള്ളം വരുമ്പോൾ അടി വരെ ഉണ്ടായിട്ടുണ്ട്. കുടങ്ങൾ മാറി അടിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് കിടപ്പ് രോഗിയായ അമ്മ കിടന്നും ആണ് മൂത്രം ഒഴിക്കുകയും വെളിക്കിറങ്ങി. അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആയിട്ട് പോലും ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. അതുകൊണ്ട് ഈ കിണർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി ജയിച്ച്, നമുക്ക് ജയിക്കണമെന്ന് തന്നെയാണ് താല്പര്യം, ജയിച്ച് ഞങ്ങൾക്ക് ഈ കിണർ റീചാർജ് ചെയ്ത് തരണം. ശരി. ഈ കാലഘട്ടത്തിലും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതും തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാന നഗരിയിൽ വളരെ പ്രധാനപ്പെട്ട തൊട്ടടുത്ത് ഒരുപാട് ടൂറിസ്റ്റ് മേഖലകളുള്ള ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഈ വിതുര മേഖല എന്ന് പറയുന്നത്. അവിടെ പോലും ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഇത്ര പോലും വികസനം വരാത്ത ഇടങ്ങളിൽ ഇന്നും ക്യാമറകൾ കടന്നു ചെല്ലാത്ത, ഇന്നും ജനപ്രതിനിധികൾ കടന്നു ചെല്ലാത്ത എത്രയോ ഇടങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റാർക്കെങ്കിലും ഇവിടെ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. അതിജീവിച്ച് അവർ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരാളിനെയാണ് നമുക്ക് ആവശ്യം. കഴിഞ്ഞ വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷത്തെ ഭരണമെന്ന് വെച്ചാൽ എല്ലാത്തിലും കാണുമല്ലോ, ഓരോ താഴ്ചയും വിജയവും പരാജയവും എല്ലാത്തിലും കാണുമല്ലോ. അതിലുപരി തന്നെ എന്നെ അങ്ങ് വിശ്വസിക്കാം. ശരി. അപ്പോൾ ഈ നിലവിൽ നമ്മുടെ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും കണ്ടുവരുന്നതാണ്. സ്ഥാനാർത്ഥി നല്ലൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, കുഴപ്പമില്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. നമുക്ക് വേറൊന്നും പറയാനില്ല. പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ, ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു വരട്ടെ. ശരി. അപ്പോൾ നിരവധി സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ ഒരു ജനപിന്തുണ ഈ ഒരു മേഖലയിൽ ശ്രീമതി ബിന്ദുവിന് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് അല്ലേ ഇലക്ഷന് നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുമ്പോൾ പോലും ഇത്രയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ മുൻകാലങ്ങളിൽ ഒരുപക്ഷെ അവർ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാകാം. അതിന് അത് രാഷ്ട്രീയമില്ലാതെ തന്നെ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, രാഷ്ട്രീയത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. എന്തു തന്നെ ആയിരുന്നാലും ജനങ്ങൾ ബിന്ദുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയുവാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വീടിൽ കൂടി നമുക്ക് കയറുവാനായിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം, കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് കാണാം. അമ്മയുടെ പേരെന്താണ്? സുബൈദ ബീബി. ശരി. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ ഭരണം എങ്ങനെയായിരുന്നു? കൊടുക്കണവര് വാങ്ങിക്കും, കൊടുക്കാത്തവർക്ക് ഇല്ല. അമ്മയ്ക്ക് ഇവിടെ കിട്ടാതെ പോയ എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? എനിക്കൊരു വീട് തരാന്ന് പറഞ്ഞ ഒരു അവസാനമായപ്പോ ഒരു തരാതാക്കി. എന്താണ് തരാതാക്കിയത് എന്ന് പറയാനുള്ള കാരണം? ആക്കിയതെന്ന് വെച്ചാൽ ആള് നോക്കി ചെയ്യുന്നത്. അത് രാഷ്ട്രീയം നോക്കിയാണോ, മതം നോക്കിയാണോ, ജാതി നോക്കിയാണോ ഉദ്ദേശിക്കുന്നത്? അതെല്ലാം ഉണ്ട്. മതം നോക്കി ചെയ്യുന്നതാണ്. ഒരാളെ കൊണ്ട് തരാൻ ഒത്തില്ലെങ്കിൽ വാക്ക് പറയരുത്. അതെ തീർച്ചയായിട്ടും തരാൻ പറ്റത്തില്ല. അതെനിക്ക് കാല സ്വാധീനമില്ല. ശരി. അപ്പോ ഈ പല മേഖലകളിൽപ്പെട്ട ആൾക്കാർ കുടിവെള്ളത്തിന്റെ കാര്യമായി, അതുപോലെ ഒരു വിധവയായ 2 സ്ത്രീകളെ നമ്മളിന്ന് കാണുക. പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുള്ള ഒരു ഇടത്തേക്കാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ബിന്ദു കടന്നു വരുന്നത്. ഈ ബിന്ദു മാഡത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഉമ്മയ്ക്ക് നല്ല അഭിപ്രായം. ശരി. ഇനി ബിന്ദു മേഡം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഉമ്മ ഈ പറഞ്ഞ വീടൊക്കെ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാര്യങ്ങൾ കണ്ടു തീർന്നാ പിന്നെ കണ്ട സാധനവും ഇല്ല, കേട്ട സാധനവും ഇല്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് വേറെ ആയിരുന്നു. അപ്പൊ ഇലക്ഷത്തിന് വരുമ്പോഴും അങ്ങനെയല്ല പറയണത്. നമുക്ക് ഉള്ള ഒരു വോട്ട് ആര് ജയിച്ചാലും നമ്മൾ പാടുകൊള്ളുമെങ്കിൽ നമുക്ക് നാഴി വെള്ളം കുടിക്കാം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാരൻ്റെ ശബ്ദം കുറേ നാളുകൾക്ക് ശേഷം ഒരു മാധ്യമങ്ങളിൽ കൂടി ജനങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ദുഃഖങ്ങൾ തുറന്നു പറയുകയാണ് ചെയ്തത്. അവരാരും രാഷ്ട്രീയം നോക്കി മാത്രമല്ല എനിക്ക് തോന്നുന്നു പറയുന്നത്. എല്ലാവരും അവരുടെ സങ്കടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സങ്കടങ്ങളിൽ കൂടി ജനപ്രതിനിധികൾ കൂടി ഇനിയെങ്കിലും ആ സങ്കടത്തിനൊരു മാറ്റം വരും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും ശ്രീമതി ബിന്ദു അവർക്ക് എല്ലാവിധ ആശംസകളും
ന്യൂസ് ഇന്ത്യ ടീമും നേരുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും തീർക്കുവാനുള്ള ഒരു പോരാളിയായിട്ട് നാളെ ഒരു സമയം വളർന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.